ഗ്രീക്ക് പഠിച്ചവരാണ് നമ്മൾ. അതുപോലെ തന്നെ എളുപ്പമുള്ള ഒരു ലാംഗ്വേജ് ആണ് ഗ്രീക്കും, ഹീബ്രുവും. ഒരു വ്യത്യാസമുള്ളത്, നമ്മൾ സാധാരണ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഗ്രീക്ക് അങ്ങനെ ലാംഗ്വേജസ് എല്ലാം എഴുതിയത് വലത്തു നിന്നും ഇടത്തോട്ടാണ്. എന്നാൽ ഹെബ്രായ ഭാഷ നമ്മൾ വായിക്കുന്നത്, എഴുതുന്നത് ഇടത്തു നിന്നും വലത്തോട്ടാണ്. ആ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഹെബ്രായ ഭാഷയ്ക്ക് ഉണ്ട് എന്ന് നമുക്ക് ഓർത്തു വയ്ക്കാം. ഇനി ഹീബ്രു ഭാഷ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഇംഗ്ലീഷിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കോൺസണൻസും വവ്വൽസും ഉണ്ട്. ഉദാഹരണമായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ AEIOU വവ്വൽസ് ആണ്. ഹെബ്രായ ഭാഷയിൽ വവ്വൽസ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. വവ്വൽസിന് പകരമുള്ളത് സ്വരാക്ഷരങ്ങൾക്ക് അടിയിലുള്ള അല്ലെങ്കിൽ കോൺസണൻസിന് അടിയിലുള്ള വരകളും കുത്തുകളുമാണ്. അതനുസരിച്ചാണ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഓർമ്മിക്കുക. രണ്ടാമത്തെ പ്രത്യേകത. ഇനി ഹീബ്രു ഭാഷയുടെ മൂന്നാമത്തെ പ്രത്യേകത, ചില അക്ഷരങ്ങൾ ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ അതിൻ്റെ എഴുതുന്ന രീതി മാറുന്നു എന്നതാണ്. ഒരു വാക്കിൻ്റെ ഉള്ളിൽ ഒരു ലെറ്റർ വരുന്നതും ആ വാക്കിൻ്റെ അവസാനം വരുന്നതുമായിട്ട് ചില ലെറ്റേഴ്സിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ലെറ്ററിൻ്റെ എഴുതുന്ന രീതി മാറും എന്നതാണ് നമ്മൾ ഈ ഹീബ്രു ഭാഷയുടെ മറ്റൊരു പ്രത്യേകത. ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ഈ ഹെബ്രായ ഭാഷ പഠിക്കുവാനായിട്ട് ആരംഭിക്കാം. ആരും ചിന്തിക്കരുത് ഹെബ്രായ ഭാഷ നമുക്ക് എഴുതാനും വായിക്കാനുമായിട്ട് ബുദ്ധിമുട്ടാണെന്ന്. എളുപ്പമുള്ള ഭാഷയാണ്, എഴുതാനായിട്ട് എളുപ്പമാണ്. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് അക്ഷരങ്ങൾ പഠിക്കുക എന്നതാണ്. ഗ്രീക്ക് ഭാഷ പഠിച്ചതുപോലെ തന്നെ അക്ഷരങ്ങൾ പഠിക്കുക. അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ വായിക്കാനായിട്ട് എഴുതാനായിട്ട് നമുക്ക് സാധിക്കൂ. നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗ്രീക്ക് ഭാഷ പഠിച്ചപ്പോൾ അതിൻ്റെ അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗ്രീക്ക് ബൈബിൾ നമുക്ക് വായിക്കാനായിട്ട് വളരെ എളുപ്പമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഹെബ്രായ ഭാഷയുടെ അക്ഷരങ്ങൾ, വവൽസ് പഠിച്ച് നമുക്ക് വളരെ എളുപ്പമാണ്. നമുക്ക് ഈ നോട്ട്ബുക്കിലേക്ക് നോക്കിയാൽ നമ്മൾ മറ്റെല്ലാ ലാംഗ്വേജസും എഴുതുന്നത് ഇവിടെ നിന്ന്, അതായത് വലത്തു നിന്നും ഇടത്തോട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ടാണല്ലോ നമ്മൾ എഴുതുക. ഇംഗ്ലീഷൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഇവിടെയാണ്, ഇവിടെ നിന്നാണ് അപ്പുറത്തോട്ട് പോവുക. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹെബ്രായ ഭാഷ എഴുതുന്നത് ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ടാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എഴുതുന്നത്. എങ്കിലും നമുക്കിപ്പോൾ അക്ഷരങ്ങൾ ആദ്യം പഠിക്കാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തേത് അക്ഷരം ആലഫാണ്. ആലഫ് എഴുതുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കാണാലോ അല്ലേ? ഇങ്ങനെ രണ്ട് ചരിച്ച് രണ്ട് വരയിട്ടാലായി. എക്സ് പോലെ പറയാം, വേണമെങ്കിൽ നമ്മൾ കാണുമ്പോൾ വേറെ രീതിയിൽ ഇന്നുള്ളൂ. എനിക്ക് ഇങ്ങനെ പിടിക്കുമ്പോഴാണ് എൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് എഴുതി കാണിക്കാനായിട്ട്. ആലഫ് എന്ന അക്ഷരം. രണ്ടാമത്തേത് ബേത്ത്. ബേത്ത് എന്ന അക്ഷരം നമ്മൾ നോക്കിയാൽ എളുപ്പമുണ്ടത്. മുകളിലത്തെ വരെ അല്പം ഷോർട്ടാണ്, രണ്ടാമത്തേത് അല്പം നീണ്ടുള്ളതാണ്. ബേത്ത്. മൂന്നാമത്തെ അക്ഷരം ഗിമൽ. ഗിമൽ എഴുതി നോക്കിയോളൂ. ഇവിടുന്ന് ഇങ്ങനെ ഗിമൽ. ഗിമൽ എന്ന അക്ഷരം നിങ്ങൾ കാണാൻ വരുന്നു. ഗിമൽ. ആലഫ്, ബേത്ത്, ഗിമൽ. നാലാമത്തെ അക്ഷരം വളരെ നിങ്ങളുടെ പാഠപുസ്തകത്തില് ഈ അക്ഷരങ്ങൾ എവിടെ നിന്ന് ചോദിച്ചാൽ അതിൻ്റെ 47ാമത്തെ പേജിലാണ് അക്ഷരങ്ങളുള്ളത്. ആലഫ്, ബേത്ത്, ഗിമൽ. മൂന്നാമത്തെ ദാല്. നാലാമത്തെ ദാല് വളരെ എളുപ്പമാണ്. ദാല്. ഇവിടെ നമുക്ക് എഴുതി തുടങ്ങാം. ആലഫ്, ബേത്ത്, ഗിമൽ, ദാലത്ത്. കാണാതെ അല്ലേ? ദാലത്ത്.
ഹേ എന്ന അക്ഷരം ശ്രദ്ധിക്കണം. ഹേ എന്ന അക്ഷരം ഒരു എഡ്ജ് പരസ്പരം കൂട്ടിമുട്ടുന്നില്ല. ഹേ. വാവ്, സൈൻ. സൈൻ. അടുത്തത് ഹേത്ത്. ഹേത്തും തേത്തും, ഹേയും ഹേത്തും ശ്രദ്ധിക്കുക. ഹേ എന്ന അക്ഷരം അതിൻ്റെ ഒരു ഭാഗം കൂട്ടിമുട്ടുന്നില്ല, ഇങ്ങനെയാണ്. എന്നാൽ ഹേത്ത് എന്ന അക്ഷരം ഇങ്ങനെയാണ്. ഹേ, വാവ്, സൈൻ, ഹേത്ത്. തേത്ത്. യോദ് ഒരു ചെറിയ അക്ഷരമാണ്. യോദ് സാധാരണ അക്ഷരങ്ങളുടെ മുകളിലായിട്ടാണ് വരുന്നത്. യോദ്. കാഫ്. യോദ്, കാഫ്. ലാമദ്. ലാമദ്. മിമ്മ്. മിമ്മ്. നുണ്ണ്. നമ്മുടെ ഇംഗ്ലീഷിലെ ഐ പോലെയാണ്. മിം, നുൺ. നുൻ്റെ ഒരു പ്രത്യേകത, അത് ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ നീളത്തിലായിരിക്കും. അതുപോലെ മിമ്മിൻ്റെ ഒരു പ്രത്യേകത, ഒരു വാക്കിൻ്റെ അവസാനം വരുമ്പോൾ ഒരു സമചതുരം. മിമ്മ്, നുണ്ണ്, സാമക്. സാമക്. ഐൻ. ഐൻ നമ്മുടെ വൈ ചേർത്ത് ചെയ്യുന്ന പോലെ, വൈ പോലെ ഐൻ. ഇനി പേ. ഇത് പേ. ഈ പേ അച്ഛാ, ഈ ഐനും ആലഫും തമ്മിൽ എന്താ അച്ഛാ വ്യത്യാസം? രണ്ടിന്റെ ഉച്ചാരണം ഒന്നല്ലേ? അതെ, രണ്ടിനും ട്രാൻസ്ലിറ്റേറ്റ് ചെയ്യുമ്പം എ എന്നാണ്. ഇംഗ്ലീഷിലേക്ക് വരുമ്പം എ എന്ന ഉച്ചാരണം തന്നെയാണ് ഐനും. നമ്മൾ അത്രയും ഡീറ്റെയിലായിട്ട് ഇപ്പോൾ പഠിക്കാൻ പോകുന്നില്ല. പക്ഷെ രണ്ടും പെട്ടെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടിൻ്റെ ഉച്ചാരണം എ എന്ന് തന്നെയായിരിക്കും. ഐനും ആലഫും ഒന്ന് തന്നെയാണ്. ഐൻ പേ എന്ന അക്ഷരം ഒരു വാക്കിന്റെ അവസാനം വരുമ്പോൾ ഇങ്ങനെയായിരിക്കും. മറ്റേ ഇപ്പുറത്തെ ചുറ്റിക്കെട്ടും കൂടി ഉണ്ടായിരിക്കും. ഐൻ പേ, സാദെ. ആ അക്ഷരം ഇങ്ങനെ പിന്നീട് അവസാനമായിട്ട് വരികയാണെങ്കിൽ നീട്ടി വരച്ചാൽ മതി. ഐൻ പേ, സാദെ. കോഫ്. റേഷ്. റേഷ്. ഷിന്നും സിന്നും. നമ്മുടെ പാഠപുസ്തകത്തിനകത്തൊരു ഒരു കുഴപ്പം വന്നിട്ടുണ്ട്, ഒരു ചെറിയ തെറ്റുണ്ട്. അതായത് ഇങ്ങനെ വരയിട്ടിട്ട് ഈ വലതു സൈഡിൽ കുത്തു വന്നാൽ അത് ഷിന്നും, ഇടതു സൈഡിൽ കുത്തു വന്നാൽ സിന്നുമാണ്. എന്നാൽ പാഠപുസ്തകം നേരെ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഷിന്നും ഇത് സിന്നുമായിട്ടാണ്. നേരെ മറിച്ച് വലതു സൈഡിൽ കുത്തു വന്നാൽ ഷിന്ന്, ഇടതു സൈഡിൽ കുത്തു വന്നാൽ സിന്ന്. ലാസ്റ്റ് അക്ഷരം താവ്. ഞാൻ ഒന്ന് എഴുതി കാണിക്കാം. ഒന്നാമത്തെ അക്ഷരം ആലഫ്. ആലഫ്. ബേത്ത്. ഗിമൽ. ദാൽ. ഹേ. വാവ്. സൈൻ. സോറി, ഇത്രയും വേണ്ട. സൈൻ. ഹേത്ത്. തേത്ത്. യോദ്. കാഫ്. ലാമദ്. മിമ്മ്. ഇത് അവസാനം വന്നാൽ ഇങ്ങനെ സമചതുരം. നുണ്ണ്. ഇങ്ങനെ ഇതൊരു വാക്കിന്റെ അവസാനം വന്നാൽ ഇതുപോലെ നീളത്തില്. മിമ്മ്, നുണ്ണ്, സാമക്. ഐൻ. ഐൻ. പേ.
അത് ഒരു വാക്കിന്റെ അവസാനം വന്ന ഞാൻ നീളത്തിൽ അത്ര ശരിയായില്ല. ഐൻ പേ സാതെ സാതെ അത് അവസാനം വന്നാൽ ഇങ്ങനെയായിരിക്കും നീളത്തിൽ. കോഫ് റേഷ് ഷിന്ന് സിന്ന് താവ് ഈ രീതിയിലായിരിക്കും നമ്മൾ എഴുതുന്നത്. ഒന്നുകൂടെ ഞാൻ അക്ഷരങ്ങൾ എഴുതി കാണിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ടാണ്. ഇത് മറ്റെല്ലാ ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ നോട്ട്ബുക്കിന്റെ വലതുഭാഗത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുമ്പോൾ ഹിബ്രായ് ഭാഷ ഈ ഇടത്തു നിന്നും വലത്തോട്ട് എഴുതുകയും ഇടത്തു നിന്ന് വലത്തോട്ട് വായിക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വായിക്കുന്നത്. മറ്റേ നമ്മുടെ ഇംഗ്ലീഷ് മലയാളമൊക്കെ ഇവിടെ എഴുതി ഇവിടുന്ന് അങ്ങോട്ട് വായിക്കുമ്പോൾ ഹീബ്രു ഭാഷ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വായിക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പൊ നമ്മുടെ ഒന്നാമത്തെ അക്ഷരം ആലഫാണ്. രണ്ടാമത്തെ അക്ഷരം ബേത്ത്, ആലഫ് ബേത്ത്. മൂന്നാമത്തേത് ഗിമൽ. നാലാമത്തേത് ദാലത്ത്. 5 ഹേ. 6 വാവ് സൈൻ ഹേത്ത് ഹേത്ത് യോദ് കാഫ് ലാമത്ത് മിമ്മ് അവസാനം വന്ന ഇങ്ങനെ മിമ്മ് മിമ്മ് നുന്ന് നൂൺ അവസാനം വന്ന് ഇങ്ങനെ മിം നുന്ന് സാമക് ഐൻ പേ പേ സാദെ അവസാനം വന്നാൽ സാദെ. ശരിക്കും കാണത്തില്ല, കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഈ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഐൻ പേ സാദെ കോഫ് റേഷ് ഷിന്ന് സിന്ന് താവ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ താഴെ എഴുതി കാണിക്കാം. ഇതിനി പറ്റുള്ളൂ. നമുക്ക് ഈ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ഇതല്ലാതെ വേറൊരു മാർഗമില്ല. ആലഫ് എന്ന അക്ഷരം ഇങ്ങനെയായിരിക്കും. ബേത്ത് ബേത്ത്. ഗിമൽ ദാലത്ത് ഹേ വാവ് സൈൻ. That's Greek letters. സൈൻ ഹേത്ത് I don't know the number. തേത്ത് യോദ് യോദ് കാഫ്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. കാഫ് അവസാനം എഴുതുമ്പോൾ ഇതുപോലെ നീട്ടി കാഫ്. ലാമത്ത് മിമ്മ് ലാമത്ത് മിമ്മ് അത് വാക്കിന്റെ അവസാനം വരുമ്പോൾ സമയത്തിനും. നുന്ന് നുന്ന് സാമക് സാമക് ഐൻ പേ പേ സാദെ അവസാനം വരുമ്പോൾ ഒരു വി ഇട്ട് താഴേക്ക് നീട്ടി വരച്ചാൽ മതി. പേ സാദെ കോഫ് റേഷ്
ഷിന്ന്, സിന്ന്, താവ്. ഇനി ചില അക്ഷരങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളത് ഹേയും ഹേത്തും. ഹേ എന്ന അക്ഷരം അതിൻ്റെ ഈ എഡ്ജ് ലെഫ്റ്റ് സൈഡിൽ രണ്ട് അക്ഷരങ്ങൾ രണ്ടർത്ഥം തമ്മിൽ മുട്ടുന്നില്ല. എന്നാൽ ഹേത്ത് എന്ന അക്ഷരം ഇങ്ങനെയാണ്. ഇനി ദാലത്ത് എന്ന അക്ഷരം എങ്ങനെയാണ്? എന്നാൽ കാഫ് എന്ന അക്ഷരത്തിൻ്റെ കാഫ് എന്ന ലെറ്റർ ഒരു വാക്കിന്റെ അവസാനം വരുമ്പോൾ അതിങ്ങനെ നീളത്തിലായിരിക്കും. കാഫ് ഒന്ന്. ഇതിങ്ങനെ വ്യത്യാസമുണ്ട്. പിന്നെ ദാലത്തും റേഷും തമ്മിലുള്ള വ്യത്യാസം കാണണം. ദാലത്ത് എന്ന അക്ഷരം ഇങ്ങനെ എഴുതുമ്പോൾ റേഷ് എന്ന അക്ഷരം ഇങ്ങനെയാണ്. ഇവിടെ ഷാർപ്പായിട്ടാണ് ഇതിൻ്റെ എഡ്ജെങ്കിൽ റേഷ് ഇങ്ങനെയാണ്, ദാലത്ത് ഇങ്ങനെയാണ്. ഇത്രയും അക്ഷരങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളൂടെ നമ്മൾ ഓർത്ത് വയ്ക്കുക. ഒന്നുകൂടെ നമുക്ക് ലെറ്റേഴ്സ് പഠിക്കാം. ആലഫ്, 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 ബേത്ത്, ബേത്ത്, ഗിമൽ, ഗിമൽ, ഗിമൽ. ഇതെല്ലാം ഗിമലാണ്. നമ്മുടെ പാഠപുസ്തകത്തിലെ 49ാമത്തെ പേജ് മുതൽ കുറെ പ്രാവശ്യം അക്ഷരങ്ങൾ എഴുതി പഠിക്കാനായിട്ടുള്ള സാധ്യത നമുക്കുണ്ട്. ഗിമൽ, ദാലത്ത്, ദാലത്ത് ഇങ്ങനെ. ഹേ, ഹേ ഈ രീതിയിൽ ഹേ എഴുതുക. വാവ്, വാവ്, വാവ്. സൈൻ ഒരു ചെരിച്ച വരയിട്ട് താഴേക്ക് വരുത്താൽ മതി. സൈൻ. അടുത്തത് ഹേത്ത്. ഈ രീതിയിൽ തേത്ത് കാണാലോ അല്ലേ? തേത്ത്, തേത്ത്, ഹേത്ത്, തേത്ത്. ഇനി അടുത്ത് യോത്. ചെറിയ കുനിപ്പാണ്. ഹേത്ത്, തേത്ത്, യോത്. കാഫ് ഒരു ലെറ്ററിന്റെ ഇടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്. കാഫ് നമ്മൾ സി തിരിച്ചിട്ടത്. കാഫ് ഇങ്ങനെയാണെങ്കിൽ ഒരു ലെറ്ററിന്റെ അവസാനം വരുമ്പോൾ ആ അക്ഷരം ഇങ്ങനെ നീളത്തിൽ ദാലത്ത് അല്പം കൂടി മുഴുപ്പം കൂടി സൈസ് കൂടി വരുന്ന പോലെ ആയിരിക്കും. ദാലത്ത്, കാഫ്. അടുത്ത ലാമത്ത്. ലാമത്ത് എഴുതാൻ രസമുള്ള ഒരു അക്ഷരമാണ്. നിങ്ങൾക്ക് നല്ല ആർട്ടിസ്റ്റിക് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു അക്ഷരമാണ് ദാലത്ത്. ദാലത്ത്. മിമ്മ്, മിമ്മ് ഇങ്ങനെ. മിമ്മ്. എന്നാൽ അത് അവസാനം വരുമ്പോൾ മിമ്മ് ഇപ്രകാരമായിരിക്കും. അടുത്തത് നുണ്ണ്. നമ്മൾ ക്യാപിറ്റൽ ഐ എഴുതുന്ന പോലെയോ അല്ലെങ്കിൽ ഒന്ന് എഴുതുന്ന പോലെയൊക്കെ അവസാനം വരുമ്പോൾ അല്പം കൂടി വലുതായി. മിംനുൺ. സാമക്. സാമക്. ഐൻ, വൈ. നമുക്ക് ഇംഗ്ലീഷിലെ വൈ പോലെ. ഐൻ, പേ. പേ. ഈ പേ എന്ന അക്ഷരം അവസാനം വരുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഐൻ, പേ. സാദെ. ഒരല്പം ബുദ്ധിമുട്ട് എഴുതാൻ ബുദ്ധിമുട്ടുള്ള അക്ഷരമാണ് സാദെ. അവസാനം വരുമ്പോൾ ഇങ്ങനെ. സാദെ. കോഫ്.
കോഫ്, റേഷ്, ഷിന്ന്, സിന്ന്, താ. ഈ ഷിന്നും സിന്നും അതിൻ്റെ അക്ഷരത്തിലെ ഡോട്ട് കണ്ടാണ് മനസ്സിലാക്കുക. ഷിന്ന് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അക്ഷരത്തിൻ്റെ ഇവിടെ കുത്തിട്ടാൽ ഷിന്നായി, ഇവിടെ ഇട്ടാൽ സിന്നായി. ഓക്കെ, ഇത്രയുമാണ് അക്ഷരങ്ങൾ. ഇനി നമുക്ക് എഴുതാനായിട്ടുള്ള സമയക്കുറവുള്ളതുകൊണ്ടാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ 58-ാമത്തെ പേജ് ഒന്നെടുത്താൽ, എടുക്കുന്ന ഉപകാരമാണ്. 58-ാമത്തെ പേജ് എടുത്താൽ അതിനകത്ത് ഓരോന്നും ഇംഗ്ലീഷിൽ എങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഒന്ന് ഹെബ്രായ ഭാഷയുടെ ലെറ്റേഴ്സ് എഴുതാനായിട്ട് ചോദിക്കും. അപ്പോൾ ആലഫ് മുതൽ താവ് വരെയുള്ള അക്ഷരങ്ങൾ എഴുതുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആലഫ്, ബേത്ത്, ഗിമൽ, ദാൽ, ഹേ, വാവ്, സൈൻ, ഹേ, തേത്, യോത്, കാഫ്, ലാമത്ത്, മീം, നുൻ, സാമത്ത്, ഐൻ, പേ, സാദ്, കോ, പ്രേ, ഷിൻ, താവ്. ഇത്രയും അക്ഷരങ്ങൾ ആലഫ് മുതൽ താവ് വരെ അതിൻ്റെ ചില അക്ഷരങ്ങൾക്ക് അവസാനം വരുമ്പോൾ മറ്റൊരക്ഷരങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അതും കൂടി എഴുതും നമ്മൾ. ഉദാഹരണമായിട്ട് കാഫിന് ലാസ്റ്റ് വരുമ്പോൾ മറ്റൊരക്ഷരമാണ്, മിമ്മിന് മറ്റൊന്നാണ്, നുന്നിന് മറ്റൊരക്ഷരമാണ്, അതുപോലെ പേയ്ക്ക് മറ്റൊരക്ഷരം, സാധയ്ക്ക് മറ്റൊരക്ഷരമാണ്. ഇത് നമ്മൾ ആ രീതിയിൽ എഴുതാനായിട്ട് നമുക്ക് സാധിക്കണം. ഇത്രയും കാര്യങ്ങൾ ലെറ്ററുമായിട്ട് എഴുതണം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ. ഇനി അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണെന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ആലഫിൻ്റെ എ എന്നാണ് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ അതിൻ്റെ എ, ബേത്തിൻ്റേത് ബി, ഗിമിലിൻ്റെ ജി, ദാലത്തിൻ്റെ ദി, ഹേക്കും ഹേത്തിനും എച്ച് ആണ്, വാവിന് വി ആണ്, സൈന് ഇസഡ് ആണ്, ഹേക്കും ഹേത്തിനും എച്ച് തന്നെ, തേത്തിന് ടി ആണ്, യോത് വൈ ആണ്, കാഫിന് കെ ആണ്, ലാമത് എൽ ആണ്, മിമ്മ് എം, നുണ്ണ് എന്, സാമക്കിന് എസ് ആണ്, സാദയ്ക്കും എസ് ആണ്. അതുപോലെ ഐനും ആലഫിനും എ തന്നെയാണ്, പേയ്ക്ക് പി, സാദയ്ക്ക് എസ്, കോഫിന് ക്യു, റേഷിന് ആറ്, ഷിന്നും സിന്നും രണ്ടും എസ് ആണ്. ഷിന്നും സിന്നും രണ്ടും എസ് ആണ്. എന്നാൽ മലയാളത്തിൽ വരുമ്പോൾ അത് ഷായും ഷായുമായിട്ട് മാറും. മലയാളത്തിൽ ഉച്ചരിക്കും ഷിന്നും സിന്നും, അവസാനം താവ്. ഇനി ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വെറുതെ ഒന്ന് എഴുതി കാണിക്കാനാണ്. ഇത് ഇത് പോട്ടെ, രണ്ടക്ഷരം എഴുതി കാണിക്കാം. ആലഫും ബേത്തുമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ വവ്വൽസ് ഒന്നും ഇല്ലാതെ നമ്മൾ വായിക്കും എന്ന് ചോദിച്ചാൽ മലയാളത്തിൽ എഴുതുമ്പോൾ ഇവിടുന്ന് അപ്പുറത്തോട്ട് എഴുതണല്ലോ. അബ്, അബ്, അബ് എന്നാ ഉച്ചരിക്കുക. എന്നാൽ ഈ ആലഫിൻ്റെ അടിയിലൊരു വരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ, ടി പോലെ ഇട്ട് കഴിഞ്ഞാൽ അത് ആവായി. ആവ് എന്ന് പറയുമ്പോൾ ഫാദർ എന്നാണ് നമ്മൾ ഹിബ്രുവിൽ ഉച്ചരിക്കുക. നമ്മൾ പിന്നെ പഠിക്കും. ഇനി ചില ലെറ്ററിൻ്റെ നമ്മളിപ്പം ആലഫ് ബേത്ത് എന്ന് പറഞ്ഞെങ്കിലും ഈ ബേത്ത്, ഈ എയും ഈ രണ്ടെണ്ണം കണ്ടോ, ഈ ആലഫും ബേത്തും കൂടെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഈ ആലഫും ബേത്തും വന്നപ്പോൾ ഇത് ഉച്ചരിക്കുന്നത് ആബ് എന്നല്ല, ആവ് എന്നാണ്. ബിഗത് കാഫിദ് ലെറ്റേഴ്സ് എന്ന് പറയും. ചില അക്ഷരങ്ങളുടെ ഉള്ളിൽ ഒരു കുത്തും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് അതിന് എന്താ പറയുക, നമ്മൾ ഘനമുള്ള സ്വരം ഉണ്ടാവുക. ഈ ഉദാഹരണമായിട്ട് ഈ ബിക്ക് ഉള്ളിൽ ഒരു കുത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ ബ് എന്ന് ഉച്ചാരണം വരുള്ളൂ, അല്ലെങ്കിൽ വ് എന്നാണ്. ബിഗത് കാഫിദ് ലെറ്റേഴ്സ് എന്ന് പറയും. ഇത്രയും ലെറ്റർമാരാണ് ഉള്ളിൽ കുത്ത് സാധാരണ ഇടാറുള്ളത്. ബേത്തിന് ഗിമലിന്, ദാലത്തിന്, കാഫിന്,
പേയ്ക്ക് ഈ അക്ഷരങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ പാഠപുസ്തകത്തിൽ അത് 57-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. 57 ദിഖത് കാഫത്ത് എന്ന ലെറ്റേഴ്സ് എന്ന് പറയും. ഇത്രയും ലെറ്റേഴ്സിന് ഇതിന് വ് എന്ന് ഉച്ചരിക്കുള്ളൂ. ഇതിന് ഉള്ളിൽ കുത്തിട്ട് കഴിഞ്ഞാൽ ബ് എന്നായി. അതൊരു ബിഗത് ഇവിടെയും കുത്ത്, ദാലത്തിന് കുത്ത് വരുമ്പോൾ കെ എന്ന് കറക്റ്റ് ഉച്ചാരണം തന്നെ ഇവിടെ കുത്ത്. പേയ്ക്ക് അല്ലെങ്കിൽ ഫ് എന്ന് ഉച്ചാരണം വരിക. പേയ്ക്ക് ഉള്ളിൽ ഒരു കുത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ ആശുപത്രി ലെറ്റർ കുത്തിട്ട് കഴിഞ്ഞാൽ പ് എന്ന ഉച്ചാരണം തന്നെ കിട്ടും. അതൊന്നും നമ്മളിപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകണമെന്നില്ല. ഞാൻ പാഠപുസ്തകത്തിലുള്ളതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഞാനിപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ 59-ാമത്തെ പേജിലുള്ള എങ്ങനെ ഉച്ചരിക്കുമെന്നതിനെ കുറിച്ചാണ്. ഓരോ ലെറ്ററും എങ്ങനെയാണ്. ആലഫ് എന്ന അക്ഷരം എഴുതി കഴിഞ്ഞാൽ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഉച്ചാരണം എ എന്ന് മാത്രമാണ്. ബേത്ത് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഉച്ചാരണം ബി എന്നാണ്. അല്ല, ഗിമൽ ഇതിന്റെ ഉച്ചാരണം ജി എന്നാണ്. ദാലത്ത് ഉച്ചാരണം ഡി എന്നാണ്. ഹേ ഉച്ചാരണം എച്ച് ആണ്. ഹേ ഹ് എന്നാണ് ഉച്ചാരണം എന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ ട്രാൻസ്ലിറ്ററേഷൻ എങ്ങനെയാണെന്ന് പഠിക്കണം. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹെബ്രായ ഭാഷയിലെ അക്ഷരങ്ങൾ എഴുതാനായിട്ട് എല്ലാവരും പഠിച്ചു വയ്ക്കണം. അക്ഷരങ്ങൾ എഴുതാൻ മാത്രം പോരാ, നിങ്ങളുടെ പേര്, വീട്ടുപേരും നേരത്തെ എഴുതിയതുപോലെ നേരത്തെ ഗ്രീക്ക് ഭാഷയിൽ പേരും വീട്ടുപേരും എഴുതാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് പറഞ്ഞ പോലെ ചിലപ്പോൾ എഴുതാനായിട്ട് ചോദിക്കുമ്പോൾ എഴുതാനായിട്ട് പറ്റണം. അത് എഴുതാനായിട്ട് സാധിക്കണം. നമ്മൾ വവ്വൽസും കൂടി എങ്ങനെയാണെന്ന് പഠിക്കണം. മറ്റ് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് AEIOU ഉണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ഹെബ്രായ ഭാഷയിൽ ചില കുത്തുകളും വരകളുമാണ് വവ്വൽസ്. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ പേരുകൾ എഴുതാൻ പറ്റുക. അല്ലെങ്കിൽ ഹെബ്രായ ഭാഷയിലെ വാക്കുകൾ, വെർബുകളൊക്കെ എഴുതാനായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുക. നൗണൊക്കെ പഠിക്കുക, നൗണും വെർബും ഒക്കെ അത് മുന്നോട്ട് പോകും. ഇനി എങ്ങനെയാണ് ഹെബ്രായ ഭാഷയുടെ സ്വരങ്ങൾ, വവ്വൽസ് പഠിക്കുക എന്നാണ്. അത് നമ്മൾ ഒരു ലാമത് എന്ന അക്ഷരം എടുത്ത് പഠിക്കാം. ഉദാഹരണത്തിൽ ലാമത്, ഇത് എൽ എന്നാണ് ഉച്ചാരണം. എല്ല് അത് നമുക്കറിയാം. ലാമത് എല്ലാന്നറിയാം. ഇത് നമ്മൾക്ക് ല എന്ന് ഉച്ചരിക്കണം. ല എന്ന് ഉച്ചരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. ഇത് ല എന്ന് ഉച്ചരിക്കണമെങ്കിൽ, അതാണല്ലോ എല്ലും എയും കൂടി വരുമ്പോൾ, അതിനുവേണ്ടി ചെയ്യുന്നത് ലാമതിൻ്റെ അടിയിൽ, ലാമത് എന്നല്ല ഏത് ഹീബ്രു ലെറ്റേഴ്സ് ആണെങ്കിലും അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇപ്രകാരം ഒരു വരയിട്ട് കഴിഞ്ഞാൽ ല എന്ന ഉച്ചാരണം കിട്ടും. LA. ഇനി ഇതിനെ നമ്മൾ മലയാളത്തിൽ പറയല്ലോ ആ ല എന്ന് എഴുതണമെങ്കിൽ, ല എന്നാക്കണമെങ്കിൽ ചെയ്യേണ്ടത് ഈ വരയ്ക്ക് പകരം ഒരു ടി ഇതിട്ട ല എന്നാണ്. ഇനി ല എന്ന് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് എഴുതുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ LA, ഇത് ല എന്നായിരുന്നു. ഇത് ല എന്ന ഉച്ചാരണം കിട്ടണമെങ്കിൽ നമ്മൾ സാധാരണ ഈ അക്ഷരത്തിൻ്റെ അടിയിൽ ഒരു വരയിടുകയാണ് ചെയ്യുന്നത്. ല എന്ന ഉച്ചാരണം കിട്ടാനായിട്ട് അക്ഷരത്തിൻ്റെ അടിയിൽ ഒരു വരയിടുകയാണ് ചെയ്യുക. ല കണ്ടല്ലോ അല്ലേ? ഇനി അടുത്തത് ല. ഇനി ഈ ലേ എന്നിങ്ങനെ ഉച്ചരിക്കും. ലേ എന്ന് ഉച്ചരിക്കാനായിട്ട് അക്ഷരത്തിന്റെ അടിയിൽ ഇപ്രകാരം 3 കുത്തിടുക. ലേ. ഇനി ഇതിങ്ങനെ പറയുമ്പോൾ ലേ എന്നായി, LE എന്നായി. ഇതിനെ ലേ എന്ന് എങ്ങനെ നമ്മൾ എഴുതും എന്നുള്ളതാ. ലേ എന്നാക്കണമെങ്കിൽ
ഈ ലാമതിന്റെ അടി ആ 3 കുത്ത് 2 മാറും. 2 ഇടുമ്പോൾ ലേ എന്നായി. ലേ 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 ലേ. ഇനി എ ഇ ആയി, എയും ഇയുമായി. ഇനി എ ഇ ഐ, ലാ ല ലേ ലേ ലി. ലി എന്ന് എഴുതണമെങ്കിൽ നമ്മൾ സമയമെടുത്ത് തന്നെ ഇത് പഠിച്ചേ പറ്റൂ. അക്ഷരത്തിന്റെ അടിയിൽ, ആ ലെറ്ററിന്റെ അടിയിൽ ഒരു കുത്തിടുക. അപ്പോൾ ലി എന്നായി. ഇനി ലി ലീ ലീ എന്നാക്കണമെങ്കിൽ അക്ഷരം എഴുതുക, അതിൻ്റെ അടിയിൽ ഒരു കുത്തിടുക, പിന്നെ യോതും കൂടെ കൂടി ചേർക്കുക. യോതും കൂടെ. അപ്പോഴാണ് ലീ ലീ എന്ന് വരിക. ഇപ്പോഴിതൊരു കോൺസോണന്റ്, ഒരു ലെറ്റർ അല്ല യോത് ഇവിടെ, മറിച്ചൊരു വവ്വലായിട്ട് മാറി. കാരണം തൊട്ട് മുമ്പത്തെ കോൺസോണന്റിന്റെ ഇടയ്ക്ക് മുമ്പായി അതിന് താഴെ ഒരു കുത്തിട്ട് കഴിഞ്ഞ് ഒരു യോത്, അതിൻ്റെ അടിയിൽ, യോതിന്റെ അടിയിൽ ഒരു വവ്വലും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അതൊരു അതിൻ്റെ അടിയിൽ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുത്തോ വരയോ ഒന്നുമില്ലാതെ വന്നു കഴിഞ്ഞാൽ അത് ഒരു വവ്വലാണെന്ന് ഓർത്തേക്കുക. ഈ ലീ എന്നെഴുതാനായിട്ട് ലാ ല ലേ ലേ ലീ ലീ. ഇനി അടുത്തത് എ ഇ ഐ കഴിഞ്ഞ് ഓ, ലോ എന്നെങ്ങനെ എഴുതും? ലോ എന്നെഴുതാനായിട്ട് അക്ഷരം എഴുതുക, അക്ഷരത്തിന്റെ മുകളിൽ ഒരു കുത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് ലോ എന്നായി മാറി. അക്ഷരത്തിന്റെ ഇവിടുന്ന് ഇപ്പുറ സൈഡിൽ ഒരു കുത്തിട്ട ലോയായി. ഇനി അതിനെ ലോ എന്നാക്കണമെങ്കിൽ ലാമത് എഴുതുക, വാവ് എഴുതി അതിന്റെ മുകളിൽ കുത്തിട്ട് കഴിഞ്ഞാൽ, വാവ് എഴുതിയിട്ട് മുകളിൽ കുത്തിട്ടാൽ ലോ എന്നായി. ലാ ല ലേ ലേ ലി ലി ലോ ലോ. ഇനി എ ഇ ഐ ഒ യു, ലു എന്നാക്കാനായിട്ട് ചെയ്യേണ്ടത് ലാമത് എഴുതുക, താഴെ ചെരിച്ച് 3 കുത്ത്. അതിട്ട് കഴിയുമ്പോഴത്തേക്കും ലു ആയി. ലു എന്നെഴുതാനായിട്ട് ലാമത് ഇടുക, വാവ് എഴുതുക, വാവിന്റെ നടുഭാഗത്തായിട്ട് ഒരു കുത്ത്. ലു എന്നായി. ഇപ്പോൾ എ ഇ ഐ ഒ യു ആയി. ഇവിടെ എ ആണ്, ഇ ഐ ഒ യു. ഇംഗ്ലീഷിൽ എ ഇ ഐ ഒ യു. ഇത് തന്നെയാണ്, ഇതേ വവ്വൽ തന്നെയാണ് ഏത് ഹെബ്രായ ഭാഷയിൽ ഏത് ലെറ്റേഴ്സിനും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഉദാഹരണമായിട്ട് ബ ബ ബേ ബേ ബി ബി ബോ ബോ ബു ബു എന്ന് നമുക്ക് എഴുതണമെങ്കിൽ ബ ബ ബ സെയിം ലെറ്റർ തന്നെയാണ്. ബേ ബേ ബി 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 ബോ. മുകളിൽക്കുത്ത് ബോ, ബോ ബോ, ചെരിച്ച് 3 ഡോട്ട് ഇടുക, ബു 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 എന്ന് ആയി. ഇപ്പം നമ്മളോട് ഒരു പക്ഷെ ചോദിച്ചേക്കായിരിക്കാം, ഏതെങ്കിലും ഒരു ലെറ്റർ തന്നിട്ട് ഹെബ്രായ ഭാഷയിലെ വവ്വൽസ് എഴുതാൻ പറയും. ഇനി ഉദാഹരണമായിട്ട് പറയുകയാണ്, ഇതൊന്നും തന്നില്ല, നമുക്ക് ലഭിച്ചത് ആലഫാണ്. ആ എ ഇ ഒ ഓ ഉ ഉ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതും? ആ അടിയിൽ ഒറ്റ വര ലെറ്ററിന്റെ. ഇനി ആ, ഒരു ടി എഴുതുക, ആ ആ. എ
എ എ ഇ ഇ ഇ ഓ ഓ ഓ ഉ ഊ ആലഫിന്റെ കൂടെ ലെറ്റർ എഴുതി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അതുപോലെ നമുക്ക് ദാ ദാ ദേ ദേ ഏത് അക്ഷരമാണെങ്കിലും സെയിം. ദാ ദാ ദേ രണ്ട് കുത്താണ്. ഇതിന്റെ ഈ മാർക്ക് വലുതായതുകൊണ്ട് ദേ ദേ ദി 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 ദോ 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 ബു ദു 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 ഈ രീതിയിൽ ഏത് അക്ഷരത്തിന്റെ. അപ്പൊ ഇത്രയും നമുക്കിത് വവ്വൽസ് ഒന്ന് ഓർക്കുക. വവ്വൽസ് ഒന്ന് ഇങ്ങനെയാണ് വര. അടുത്തത് ആ എന്ന് പറയാൻ വേണ്ടി ടി പോലെ. എയ്ക്കാണെങ്കിൽ ഈക്കാണെങ്കിൽ 3 കുത്ത്. ഈ എന്നാണെങ്കിൽ അല്ല ആണെങ്കിൽ ആയിക്ക് വര ആ എന്നുള്ളത് ടി എ എന്നുള്ളത് 3 കുത്ത്. എ എന്ന് വരുമ്പോൾ 2 കുത്ത്. ഇ എന്ന് പറയുമ്പോൾ അക്ഷരത്തിന്റെ അടിയൊരു കുത്ത്. ഇ എന്ന് പറയുമ്പോൾ ഒരു കുത്തും തൊട്ടിപ്പുറത്ത് ഒരു യോതും. ഇ ഓ ആണെങ്കിൽ ലെറ്ററിന്റെ മുകളിൽ ഒരു ഡോട്ട്. ഓ എന്ന് പറയാണെങ്കിൽ ലെറ്ററും അക്ഷരവും അതിന്റെ മുകളിൽ വാവും മുകളിൽ കുത്തും. ഓ ഉ എന്നാണെങ്കിൽ അക്ഷരത്തിന്റെ അടിയിൽ ചരിച്ച് 3 കുത്ത്. ഉ എന്നാണെങ്കിൽ ആ ലെറ്ററും വാവ് പ്ലസ് വാവിന് നടുക്ക് ഒരു കുത്ത്. ഈ രീതിയിലാണ് നമ്മൾ വവ്വൽസ് എഴുതി പഠിക്കേണ്ടതെന്ന് ഓർക്കുക. അതുകൊണ്ട് നിങ്ങളോട് ഒരു ചോദിക്കും. ഏതെങ്കിലും ഒരു ഹെബ്രായ ഭാഷയിലെ ഏതെങ്കിലും ഒരു ലെറ്റർ നൽകിയിട്ട് അത് വവ്വൽ കൂട്ടി എഴുതാനായിട്ട് പറയും. അപ്പൊ നമ്മൾ എല്ലാം എഴുതണം. ബ ബ ബേ ബേ ബി ബി ബോ ബോ ബു ബു. ഇത്രയും കാര്യങ്ങൾ എഴുതണം എന്ന് ഓർത്തേക്കുക. അപ്പൊ നമ്മൾ ഇത്രയും സമയം കണ്ടത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ല. ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് അക്ഷരങ്ങളാണ്. ആലഫ്, ബേത്ത്, ഗിമൽ, ദാലത്ത്, ഹേ, വാവ്, സൈൻ. അക്ഷരങ്ങൾ സൈൻ, ഹേത്ത്, തേത്ത്, യോത്, കാഫ്. കാഫ് 2 രീതിയിൽ. കാഫ്, ലാമത്, മിമ്മ് 2 രീതിയിൽ. മിമ്മ്, നുണ്ണും 2 രീതിയിൽ. സാമക്, ഐൻ, പേ 2 രീതിയിൽ കണ്ടു. പേ, സാധെ 2 രീതിയിൽ. സാധെ, കോഫ്, റേഷ്, ഷിന്ന്, സിന്ന്, താ. ഇത്രയുമാണ് അക്ഷരങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടു. ഇനി രണ്ടാമത് കണ്ടത് ആലഫ് എന്നതിന്റെ ഉച്ചാരണം എ എന്നാണ്. ബേത്തിന്റെ ബി ആണ്. ഗിമലിന്റെ ജി ആണ്. ദാലത്ത് ഡി. ഹേ
എച്ച് ആണ്, വാവ് വി ആണ്, സൈൻ ഇസഡ് ആണ്, വീണ്ടും ഹേത്ത് എച്ച്, തേത്ത് ടി, യോത് വൈ, കാഫ് കെ, ലാമത് ലാമത് എല്, മിമ്മ് എം, നുണ്ണ് എൻ, സാമക്ക് എസ്, ഐൻ വീണ്ടും എ, പേക്ക് പി, സാദിക്ക് എസ്, കോഫ് ക്യു, റേഷ് ആറ്, ഷിന്നും സിനും രണ്ടും എസ് ആണ്, താവിന് ടി. ഇതാണ് അതിൻ്റെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എഴുതുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ടത് എന്തെങ്കിലും സംശയം ചോദിച്ചതായിരുന്നോ? അല്ല. ഓക്കെ. അതിനുശേഷം നമ്മൾ കണ്ടത് എപ്രകാരമാണ് വവ്വൽസ് കൂട്ടി നമുക്ക് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നമുക്കറിയാം, സ്വരാക്ഷരം മലയാളത്തിൽ സ്വരാക്ഷരങ്ങളെന്നും വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലെ കോൺസണൻസും വവ്വൽസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഹെബ്രായ ഭാഷയിലെ വവ്വൽ എന്താണെന്നാണ് നമ്മൾ വീണ്ടും കണ്ടത്. അത് അക്ഷരങ്ങൾക്കടിയിലുള്ള ചില ചിഹ്നങ്ങളാണ് വവ്വൽസ് ആയിട്ട് മാറുന്നത് എന്ന് കണ്ടു. അത് നമ്മൾ കണ്ടത് ലാമത്തിന്റെ വിളിച്ചത് ല ആണെങ്കിൽ അടിവരയിടണം, ലാ എന്നാകണമെങ്കിൽ ഒരു ടി ഇടണം, ലേ എന്നാണെങ്കിൽ അക്ഷരം 3 കുത്തടിയിൽ, ലേ എന്ന് ദീർഘമാണെങ്കിൽ 2 കുത്ത്, ലീ എന്നാണെങ്കിൽ അക്ഷരത്തിന്റെ അടിയിൽ 1 കുത്ത്, ലീ എന്നാണെങ്കിൽ അക്ഷരത്തിന്റെ അടി കുത്തും മുകളിൽ യോതും. ഇനി ലോ എന്നാണെങ്കിൽ അക്ഷരവും മുകളിലൊരു കുത്തും. ലോ എന്ന് ദീർഘത്തിലാണെങ്കിൽ കൂടെ ഒരു വാവും മുകളിലൊരു കുത്തും. ലു എന്നാണെങ്കിൽ ലാമത് വാവ്, വാവിന് നടുക്ക് ഒരു കുത്തും. ലു. ഇങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് എ ഇ ഐ ഒ യു എന്ന ഉച്ചാരണം നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾക്ക് എങ്ങനെ ചില നാമപദങ്ങൾ എഴുതാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ചില നൗണുകൾ എങ്ങനെയാണ് നമുക്ക് ഹെബ്രായ ഭാഷയിൽ എഴുതാനായിട്ട് പറ്റുക. ഒന്നാമതായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ജീസസ് എന്ന് എങ്ങനെ എഴുതുന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ജീസസ് എന്ന് എങ്ങനെ എഴുതും? ജീസസിന്റെ ഹെബ്രായ ഭാഷയുള്ള വാക്ക് യശുവ എന്നുള്ള, ജോഷുവ അതിൽ നിന്ന് വന്നാണ് യശുവ എന്നാണ് ജീസസ് എന്ന് എഴുതുന്നത്. അപ്പോൾ എഴുതാനായിട്ട് യോദ് എഴുതുക. യോദിന്റെ അടിയിൽ 2 കുത്താണ്. എ യഷ് യഷായി. ഇനി യഷു എന്നാക്കണമെങ്കിൽ വാവിട്ടിട്ട് നടുക്കിൽ കുത്ത് യഷു. ഇനി ഐനിട്ടിട്ട് അടിയിൽ ഒരു വര യഷുവ. ഇതാണ് ജീസസ് എന്ന് എഴുതുന്നത്. ജീസസ് എന്ന് എഴുതുന്നതാണ് യഷുവ എന്നാണ്. ഇനി ഡേവിഡ് എന്ന പേര് എങ്ങനെ എഴുതും? ഡേവിഡ് ദാലത്ത് ദാ വാവ്, വാവിന്റെ അടിയിൽ കുത്തിടുമ്പോൾ വാവ് ലെറ്റർ തന്നെയാണ്. അടിയിൽ മുകളിൽ കുത്തിടുമ്പോൾ വൗലായി മാറും, അടിയിൽ കുത്തിടുമ്പം ലെറ്റർ തന്നെയാണ്. ദവീദ്. ഇതിങ്ങനെ എഴുതുമ്പോൾ ഡേവിഡ് എന്നാണ്. ദവീദ് ഇങ്ങനെ എഴുതുമ്പോൾ ഡേവിഡ് എന്നാണ് ആ പേരിന്റെ അർത്ഥം, ദവീദ്. ഇനി അടുത്തത് മോസസ് എന്ന് എങ്ങനെ എഴുതും? മൊഷെ. ഒരു ഹേയും കൂടെ അവസാനമുണ്ട്. ഹേ അവസാനം വരുമ്പോൾ ഉച്ചരിക്കത്തില്ല. മൊഷെ. മോസസ് എന്നുള്ളത് ഇങ്ങനെ എഴുതുന്നത് മൊഷെ എന്നെഴുതും. ഒന്നുകൂടെ എഴുതി കാണിക്കാം. ഇങ്ങനെ ആയിരിക്കും എഴുതുക. ഡോട്ട് വന്ന് മോയായി, മൊഷ് ആയി, അടി 3 കുത്തിടുമ്പം മൊഷെ എന്നായി, കൂടെ ഒരു ഹേയും കൂടി ഉണ്ട്.
മൊഷെ എന്നാണ് മോസസിന്റെ നമ്മൾ എഴുതുക. ഇനി ദൈവത്തിന് ഹെബ്രായ ഭാഷയിൽ പറയുന്നത് എലോഹീം എന്നാണ്. എലോഹീം ആണ് ദൈവം. ഇനി എലോഹീം എന്നെങ്ങനെ എഴുതുന്നുള്ളതാണ്. ആ ഇനി വന്നപ്പോഴത്തേക്ക് എ ആയി, എല്ലായി, കുത്തിടുമ്പം യെലോ ആയി. ഇനി എലോഹ് ആയി. ഇതിന് നമുക്ക് എലോഹീം എന്നെഴുതാം. എലോഹീം എന്നെങ്ങനെ എഴുതും? അപ്പൊ എലോഹി ആയി, കുത്തിട്ടപ്പോൾ എലോഹി ആയി. ഇതിൻ്റെ കൂടെ ഒരു യോതും കൂടി ആയപ്പോഴത്തേക്കും എലോഹി എന്നായി. ഇനി അവസാനം ഒരു മിമ്മ്, എലോഹീം. കണ്ട ഈ മിമ്മ് കണ്ടല്ലോ, സമയത്തിനും വരാൻ കാരണം അത് ഈ വാക്കിന്റെ അവസാനം വന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇടയ്ക്കായിരുന്നെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ മിമ്മ് എഴുതുക. ഇത് അവസാനം വന്നത് കൊണ്ടാണ് നമുക്ക് ഇപ്രകാരം ഒരു സമചതുരമായിട്ട് മിമ്മ് എഴുതേണ്ടതായിട്ട് വന്നത്. എലോഹീം എന്നെഴുതിയാൽ അത് ദൈവം എന്നായി. ഒന്ന് എഴുതി കാണിക്കാം. എനിക്ക് അങ്ങോട്ട് എഴുതി കാണിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കാണുന്നില്ല പലപ്പോഴും ഞാൻ എഴുതുന്നത് എങ്ങനെയാണ്. അപ്പോൾ എനിക്ക് നോക്കേണ്ടതായിട്ട് വരുന്നു. ആ, എ, എല്, എലോ, എലോഹി, എലോഹി, എലോഹീം. ഇപ്രകാരം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം എന്നാണ്. എലോഹീം ദൈവം. ഇനി സാബത്ത് എങ്ങനെ എഴുതും? സാബത്ത്, യഹൂദരെ ഷവാത്ത്, അതെങ്ങനെ എഴുതും എന്നുള്ളതാണ്. ഇപ്പോ ഷ് എന്ന് മാത്രമായിട്ടുള്ളൂ. ഷ് ഇപ്പോൾ ഷാ എന്നായി. ഷാവ. ഈ ബിക്ക് ബേത്തിന് ഉള്ളിൽ കുത്തിട്ടാലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല ബ് എന്ന് ഉച്ചാരം വരുള്ളൂ. ഇതിപ്പോ ഷാവ എന്നായി. ഷാവ. ഇപ്പോൾ ഇതിന്റെ ഉച്ചാരണം ഷവാത്ത്. അതാണ് നമ്മൾ സാബത്ത് എന്ന് ഉച്ചരിക്കുന്നത്. സാബത്ത്, ഷവാത്ത്. ഇനി മറ്റൊന്ന് മെലക്, രാജാവ്, കിങ് എന്നതിൻ്റെ ഹെബ്രായ പദമാണ് മെലക്. മെലക് എന്നെങ്ങനെ എഴുതും? മാ. അതുകൊണ്ട് ആദ്യം വന്നുകൊണ്ടാണ് മറ്റേ മാ വന്നിരിക്കുന്നത്. മാ. ഇപ്പൊ മേ എന്നായി. മേ. മെലെ എന്നായി. ക. കാഫ് അവസാനം വന്നുകൊണ്ട് ഈ വലിയ അക്ഷരം വന്നു. അല്ലെങ്കിൽ കാഫ് ഇങ്ങനെ സി തിരിച്ചിട്ട രീതിയിൽ വരും. സി ഇങ്ങനെ തിരിച്ചിടുന്ന രീതിയിൽ വരുമുണ്ടായിരുന്നുള്ളൂ. ഇത് അപ്രകാരം വരാൻ കാരണം കാഫ് എന്ന അക്ഷരം അവസാനം വന്നുകൊണ്ടാണ്. മെലക്. മേ, മേല, ക. രണ്ട് അവസാനം കുത്തും കൂടി ഉണ്ട്. അതില്ലെങ്കിലും കുഴപ്പമില്ല. മെലക് എന്ന് ഇപ്രകാരമാണ് എഴുതുന്നത്. ഇനി എങ്ങനെ നമുക്ക് ആബ, ആബ പിതാവേ, ആബ് ഫാദർ, ആബ എന്ന്, ആബ് എന്നാണ് ഹെബ്രായ ഭാഷയിൽ പിതാവ്, ഫാദർ എന്ന് പറയുന്നത്. ആബ്. അല്ലെങ്കിൽ ആ കുത്തില്ലാത്തതുകൊണ്ട് ആവ് എന്ന് ഉച്ചരിക്കുക. അതെങ്ങനെ എഴുതുന്നതാണ്. ആ, 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 ആബ്. ഇത് പിതാവ് അല്ലെങ്കിൽ ഫാദർ. ഇനി മറ്റൊന്ന് വേർഡ്, വചനം. നമ്മൾ ഗ്രീക്ക് ഭാഷയിൽ ലോഗോസ് പഠിച്ചിരുന്നു. ഗ്രീക്ക് ഭാഷയിലെ ലോഗോസ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ലോഗോസ് എഴുതിയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ആ ലോഗോസ് അതിൻ്റെ ഹീബ്രു ഭാഷയിൽ ലോഗോസ് വേർഡിന് പറയുന്നത് ദബാർ എന്നാണ്. ദബാർ എഴുതുന്നത് ദവ. കുത്തൂടിട്ടാൽ ദബാർ എന്ന് വരുള്ളൂ. ബേത്തിന്റെ കുത്തില്ലാത്തതുകൊണ്ട് പൂച്ചിരിക്കുന്നത് ദവാർ എന്നാണ്. അതാണ് വേർഡ് എന്ന്
പറയുക. ഇനി മറ്റൊന്ന് പുരുഷൻ, മാൻ ആൻഡ് വുമൻ എങ്ങനെ എഴുതുന്നതാണ്. മാൻ ആൻഡ് വുമൻ, പുരുഷന് എഴുതുന്ന വാക്ക് ഈഷ് എന്നാണ് പുരുഷനെ സൂചിപ്പിക്കാനായിട്ട്. ആലഫ് എഴുതുക, യോതിടുക, അപ്പം ഇ ആയി, അത് കുത്തിടുമ്പോൾ ഇ ആയി, യോതും കൂടി ഇടുമ്പം ഇ എന്നായി, ഇ. ഇനി ഷിന്നും കൂടി എഴുതുക, ഈഷ്. ഈഷ് എന്നെഴുതുമ്പോൾ അത് മാൻ എന്ന അർത്ഥം, മനുഷ്യൻ. ഇനി സ്ത്രീക്ക് എങ്ങനെ എഴുതും. സ്ത്രീക്ക് എഴുതുന്നത് ഇഷ എന്നാണ്. ആലഫ് ഇ, ഇഷായി, ഇഷ. ഒരു ഹായും കൂടി ഉണ്ട്, നമ്മൾ ഉച്ചരിക്കുന്നില്ല, ഹേത്തും കൂടി ഉണ്ട്. ഇഷ എന്നെഴുതി കഴിഞ്ഞാൽ സ്ത്രീ എന്നായി. അച്ഛാ, ഞങ്ങളുടെ പുസ്തകത്തിൽ പുരുഷനും സ്ത്രീ എന്നുള്ള വാക്കുകൾ ഇല്ല. ഒക്കെ ഉണ്ടെന്നേ, ഇതെല്ലാം ഉണ്ട്. അല്ല, അതിനകത്ത് വേറെ യേശു, വചനം, ദാവീദ്, പിതാവ്, മോശ, മനുഷ്യൻ, രാജാവ്, യുവാവ്, ദൈവം, പുത്രൻ, വീട്, ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ഇത് പഴയ മനുഷ്യൻ പുസ്തകം. കിടപ്പില്ലേ, മാൻ കിടപ്പില്ലേ, ഈഷ് കിടപ്പില്ലേ. പുരുഷനും സ്ത്രീ ഒന്നും ഇല്ല. അല്ല, മനുഷ്യൻ, മാൻ, ആ 62 മനുഷ്യൻ. മാൻ ഞാൻ കിടപ്പില്ലേ. എങ്ങനെയാ അച്ഛാ പറയുന്നത്? ഈ ഹീബ്രു ഭാഷയിലെ ഒന്ന് ഉച്ചാരണം പറയുവോ? ഈഷ്, ഈഷ്, മാൻ എന്നുള്ളത്. ഇനി പിന്നെ വിമൻ എന്നുള്ളതിന്റെ കിടപ്പുണ്ടെന്നേ ഞാൻ കാണിച്ച. എവിടെയാ പേജ് നമ്പർ? നോക്കട്ടെ, തൊട്ടടുത്ത പേജ് എവിടെയാ കിടപ്പുണ്ടത്? ഇഷ ഉണ്ട്, ഇതാ കിടക്കുക. വൈഫ്, ഉണ്ട്, ഉണ്ട്. 65. 65-ാമത്തെ പേജ് കിടപ്പില്ലേ. ഉണ്ട്, 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 ഉണ്ട്. പുരുഷൻ അല്ലെങ്കിൽ മാൻ എന്നുള്ളതിന് ഈഷ് എന്നും, സ്ത്രീക്ക് ഇഷ, ഇഷാഹ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹേത്ത് അവസാനം വരുമ്പോൾ നമുക്ക് ഉച്ചരിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞെല്ലാം നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലായിട്ടാണ് കിടക്കുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് ഉപകാരപ്പെടുകയും ചെയ്യും. ഇനി ഷബാത്തൊക്കെ പറഞ്ഞിരുന്നത് അതും 64-ാമത്തെ പേജിൽ കിടപ്പുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ വാക്കുകളെല്ലാം നമ്മുടെ പാഠപുസ്തകത്തിലുള്ള വാക്കുകൾ തന്നെയാണ്. ഞാൻ വേണേ ഒന്നുകൂടെ നിങ്ങൾക്കെല്ലാം എഴുതി കാണിച്ചു തരാം. യശൂവ, യേശു, യശൂവ എന്ന് പറയുമ്പോൾ അത് ജീസസ് എന്നാണ്. ഇനി ഡേവിഡ്, ദാവീദ്, ഇങ്ങനെ എഴുതുമ്പോൾ ഡേവിഡ് എന്നാണ്, അല്ലെങ്കിൽ ദാവീദ്. ഇനി മോസസ്, മൊഷേ, ഹേ ഉച്ചരിക്കാറില്ല. അടുത്ത് നമ്മൾ എലോഹിം, ദൈവം, എലോഹീം, ഇതാണ് ദൈവം. ഇനി അടുത്ത് നമ്മൾ കണ്ടത് സാബത്ത്, ഷവാത്ത് എന്നാണ് എഴുതുക. ഷവാത്ത് എന്നെഴുതുമ്പോൾ സാബത്ത് എന്നായി. മറ്റൊന്ന് നമ്മൾ കണ്ടത് കിങ് ആണ്. കിങ് എഴുതുന്നത് മെലക് എന്നാണ്. മെലക്, ഇത് കിങ്, രാജാവ്. മറ്റൊന്ന് എഴുതിയത് ആബ് എന്ന് പറയുമ്പോൾ ഫാദർ. മറ്റൊരു വാക്കും എഴുതിയത് ദബാർന്നോ, ഇതർത്ഥം വേർഡ് എന്നാണ് നമ്മൾ കണ്ടു. ഇത് നമ്മൾ ഇപ്രാവശ്യം ഗ്രീക്ക് ഭാഷയിൽ ടെൻസുകളും പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ പഠിച്ചെങ്കിലും ഇവിടെ നമ്മൾ ടെൻസുകൾ ഒന്നും പഠിക്കാനായിട്ട് പോകുന്നില്ല. അത് നമുക്ക് ഇത്തിരി പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റുന്നൊരു കാര്യമല്ലാത്തതിനാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തരുമെന്ന് കരുതിക്കോ. ജീസസ് ഈസ് കിങ്. ഇങ്ങനെ ജീസസ് ഈസ് കിങ് എന്ന് എഴുതാൻ തരുമെന്ന് കരുതിക്കോ. നമ്മൾ ടെൻസ് പഠിക്കുന്നില്ല, ഈസ് വന്നിട്ടുണ്ട്, പ്രസന്റ് ടെൻസ് ആണ്, നമ്മൾ പഠിക്കുന്നില്ല. പകരം വളരെ സിമ്പിളായിട്ട് ജീസസ് ഈസ് കിങ്. ഇംഗ്ലീഷിൽ ജീസസ് ഈസ് കിങ് എന്ന് ഇങ്ങോട്ട് എഴുതുമ്പോൾ
ഹീബ്രുവിൽ ഇവിടുന്ന് തുടങ്ങണം. ജീസസ് ഇവിടുന്ന് ആരംഭിക്കണം. ജീസസ് നമ്മൾ നേരത്തെ കണ്ടു. യഷ് ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? യഷ്, യഷു, യഷുവ. ഇനി അടുത്തത് ഈസ് നമ്മൾ ഒഴിവാക്കുകയാണ്. യഷുവ മെലക്, മെലക്. ജീസസ് കിങ് എന്ന് എഴുതുന്നത് നമ്മൾ ടെൻസ് പഠിക്കാത്തതുകൊണ്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നിന്നോ അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നോ ഹെബ്രായ ഭാഷയിലേക്ക് എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതണം. ഈ രീതി നമ്മൾ എഴുതണം. അല്ലെങ്കിൽ ജീസസ് ഇസ് കിങ്, യേശു രാജാവ് ആകുന്നു. യേശു രാജാവ് എന്നുള്ളൂ, ആകുന്നു നമ്മൾ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ഈസ് എഴുതിയിട്ടില്ല, നമ്മൾ പഠിക്കാത്തതുകൊണ്ട്. ഇനി മോശ മനുഷ്യൻ ആകുന്നു. മോസസ് ഈസ് എ മാൻ. നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മോസസ് ഈസ് എ മാൻ എങ്ങനെ എഴുതും? അപ്പം മോസസ് എന്നുള്ളതിന്റെ വാക്ക് നമ്മൾ കണ്ടു. ഇത് ഇവിടുന്ന് തുടങ്ങണം. ഇവിടുന്ന് അങ്ങനെ എഴുതരുത്, ഇങ്ങനെ എഴുതി തെറ്റാ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് എഴുതരുത്, നേരത്തെ തിരിച്ച് ഇവിടുന്ന് ഇങ്ങനെ മോഷെ ഈസ് നമ്മൾ പറയുന്നില്ല. എ മാൻ, മോസസ് നമ്മൾ പഠിക്കുന്നില്ല. മോസസ് ഈസ് എ മാൻ, അത് നമ്മൾ കണ്ടായിരുന്നു. എന്തായിരുന്നു കണ്ടത്? ഈഷ് കണ്ടതാണല്ലോ അല്ലെ? ഒരു യോധും കൂടി ഉണ്ട്. മോസസ് ഈസ് എ മാൻ, മൊസെ ഈഷ് എന്നെഴുതുക. ഇനി മറ്റൊന്ന് നിങ്ങൾ ചോദിക്കുകയാണ്, യേശു ദൈവമാകുന്നു എങ്ങനെ എഴുതും? ജീസസ് ഈസ് ഗോഡ്. ഒരിക്കലും നമ്മൾ എങ്ങനെ അത് നമ്മൾ ടെൻസ് ഇപ്രാവശ്യം പഠിക്കുന്നുണ്ട്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ടെൻസ് പഠിക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ ഗ്രീക്ക് ഭാഷ പഠിച്ചതുപോലെ അത്ര എളുപ്പത്തിൽ ഹീബ്രുവിന് ടെൻസ് പഠിക്കാനായിട്ട് പറ്റത്തില്ല. അത് ഓരോ ചെറിയ അക്ഷരം മാറുന്നതനുസരിച്ച് ടെൻസ് മാറും. നമുക്ക് എളുപ്പത്തിൽ 1.5 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് നമ്മൾ ഇപ്പോൾ പോകുന്നില്ല. എന്നാൽ നിങ്ങൾ പിന്നീട് MGs ഒക്കെ ചെയ്യാനായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ടെൻസ് പഠിക്കും. ഇപ്പോൾ നിലവിൽ ടെൻസ് പഠിക്കുന്നില്ല. എന്തോ ഒന്നുമില്ല, ചോദിക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ പറയുകയാണ്, ജീസസ് ഈസ് ഗോഡ് എന്ന് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് വാക്ക് തന്നിട്ട് യേശു ദൈവമാകുന്ന അല്ലെങ്കിൽ മലയാളത്തിൽ തന്നിട്ട് ഇതിൻ്റെ ഹീബ്രുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. നമ്മൾ ഈ ടെൻസ് പഠിക്കാത്തതിനാൽ അത് നിങ്ങളിപ്പോൾ ചോദിക്കുകയുമില്ല. ഇങ്ങനെ പക്ഷെ ജീസസ് ഈസ് ഗോഡ് എന്ന് തരുള്ളൂ. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. യേശു, യേശുവ, എലോഹീം എന്ന് മാത്രം എഴുതിയാൽ മതി. കാരണം നമ്മളിപ്പോൾ ടെൻസും കൂടെ പഠിക്കാൻ പോയാൽ നമ്മുടെ പഠനം എവിടെയും എത്തില്ല. നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആയിട്ട് വരും. യേശുവ, എലോഹീം. ഇനി മറ്റൊന്ന്, പിതാവ് പുത്രൻ ആകുന്നു. നമ്മൾ പുത്രൻ എന്നതിന്റെ വാക്ക് ഇതുവരെ പഠിച്ചില്ല. പുത്രൻ എന്ന വാക്ക് ഇതുവരെ നമ്മൾ പഠിച്ചില്ലായിരുന്നല്ലോ. അപ്പൊ എങ്ങനെ പിതാവ് പുത്രൻ ആകുന്നു എന്നെഴുതാൻ പറ്റും? പിതാവിന്റെ വാക്ക് നമ്മൾ കണ്ടിരുന്നു, ആബ്. പുത്രൻ എന്നെഴുതുന്നത് ന്യൂൺ അവസാനം വന്നുകൊണ്ട് നല്ല വലുതായിട്ട് എഴുതണം. ആബ് ബേൻ എന്നാണ് പുത്രൻ. ബേൻ എന്നെഴുതിയാൽ പുത്രൻ എന്നായി. അപ്പൊ ആബ് ബേൻ. ഫാദർ ഈ സൺ എന്നാണ് നമുക്ക് ചോദിക്കുന്നത്. പക്ഷെ അത്രയും നമ്മൾ ഡീറ്റെയിൽ പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾ വെർബിന്റെ കാര്യം അങ്ങ് വിട്ടേക്കുക. ബാക്കി ആ 2 വാക്കുകൾ കൂട്ടി യോജിപ്പിച്ച് എഴുതണം ആവും. എന്നാൽ ഇങ്ങനെ എഴുതിയാൽ തെറ്റിപ്പോയി കേട്ടോ. നമ്മൾ ഉദാഹരണമായിട്ട് ഫാദർ ഈസ് സൺ എന്നാണല്ലോ പറഞ്ഞത്. ഫാദർ ഈസ് സൺ. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുവാണ് ഫാദർ. ആബ് ഫാദറാണ്. അപ്പം ആബ് കറക്റ്റാണ്.
ഫാദറാണ്. എന്നാൽ സൺ ബെൻ, ഇങ്ങനെ ഇത് തെറ്റാ. ഇപ്പം സൺ ഫാദർ എന്നാവുള്ളൂ. സൺ ആദ്യം വന്നു, ഫാദർ ഇവിടെയാണ്. തിരിച്ചെഴുതേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടാണല്ലോ. അപ്പം ചിലരൊക്കെ അങ്ങനെ തെറ്റിച്ചെഴുതാറുണ്ട്. പിന്നെ ജീസസ് ഈസ് കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലർ തെറ്റിച്ചെഴുതി കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ പേപ്പർ നോക്കുമ്പോൾ ജീസസ് ഈസ് കിങ് നമുക്കറിയാം. രണ്ട് വാക്ക് പറയാം. ജീസസിന് പിന്നെ യേശുവായെന്നും കിങ്ങിന് മെലക്കെന്നും അറിയാം. അതുകൊണ്ട് ചിലർ എഴുതി വെക്കുന്നത് ഇതേപോലെ താഴേക്ക് എഴുതും. എഴുതിയ ഇവിടെ പുറത്തെഴുതി തന്നെയാണ്, പക്ഷേ യേശുവ ശരിയാണ്, ജീസസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് കിങ് ഇപ്പുറത്ത് എഴുതും, മെലക്ക്. ഇത് തെറ്റാണ്, ഇങ്ങനെ എഴുതരുത്. മറിച്ച് ഇവിടെ യേശുവ ആദ്യം എഴുതണം, മെലക്ക് ഇപ്പുറത്ത് എഴുതണം. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണല്ലോ നമ്മൾ എഴുതി തുടങ്ങുന്നത്, ഇടത്തു നിന്ന് വലത്തോട്ടാണല്ലോ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതിയേക്കണം. ആ കാര്യം പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. നമ്മൾ മറ്റു ഭാഷകൾ എഴുതുന്ന പോലെ ഇവിടുന്ന് വലത്തുനിന്ന് ഇങ്ങോട്ടല്ല, ഇടത്തു നിന്ന് വലത്തോട്ട് ഇങ്ങോട്ടാണ് എഴുതുന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിൽ പതിപ്പിക്കണം. എന്നിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കും. കുറേ വാക്കുകൾ ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നു. ആ വാക്കുകളൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇനി സാറ ഇതെങ്ങനെ എഴുതും? സാറ എന്ന് എഴുതുന്നത് സാറ ഹേ കൊണ്ട് ഉച്ചരിക്കുന്നുള്ളൂ, സാറ. അപ്പൊ അങ്ങനെ ഷലീം അതൊക്കെ നമ്മുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് എഴുതുന്നത്. യോദ് ആദ്യം, കാണുന്നുണ്ടല്ലേ? നമ്മുടെ പാഠപുസ്തകത്തിലുണ്ടത്. ഇനി അങ്ങനെ ഓരോരോ വാക്കുകൾ ഉണ്ട്. ഏറസ് എന്ന് പറഞ്ഞാൽ തേറ. ഇനി മദർ എങ്ങനെ എഴുതും? മദർ എന്നെഴുതുന്നത് ഇമ്മാണ്. ഇത് മദറാണ്. അത് കുത്തിട്ടിട്ട് ആവ് നമ്മൾ കണ്ടു, ആബ് ഫാദർ, മദർ. ഇങ്ങനെ കുറേ വാക്കുകൾ. ബേൻ സണ്ണ്, ദബാർ വേഡ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിക്കുമ്പോൾ. ഇനി ഏറ്റവും അവസാനമായിട്ട് കുറച്ച് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ കുറച്ച് സെന്റൻസ് തന്നിട്ട് സംസാരമാണ്, അത് ഹീബ്രുവിലേക്ക് എഴുതാനായിട്ട് പറയും. നമ്മുടെ പാഠപുസ്തകത്തിൽ അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ, അതൊന്നും നിങ്ങളിപ്പോൾ പഠിക്കണമെന്നില്ല. അതൊന്നും നമുക്ക് ഈ സമയം കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളല്ല. കുറച്ച് കോൺവെർസേഷൻ നൽകിയിട്ടുണ്ട്. പാഠപുസ്തകത്തിന്റെ പേജ് നമ്പർ 81 കുറച്ച് സംസാരം. ഹലോ, സുപ്രഭാതം, നമ്മൾ അതിനകത്ത് കണ്ടോ? അത് കാണുന്നുണ്ട് അല്ലേ? ഷലോം എന്നാണ് ഹലോ. യോം തോവാണ് ഗുഡ് മോർണിംഗ്. നമ്മൾ ആദ്യം ചോദിക്കുകയാണ്, നിന്റെ പേരെന്താ? വാട്ട്സ് യുവർ നെയിം? മാ ഷിംക എന്നെഴുതണം. അവിടെ നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തതിനകത്തൊന്നും വവലില്ലാത്തതുകൊണ്ട് ആ രീതി തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. വാട്ട് ഈസ് യുവർ നെയിം? മാ ഷിംക. അതിന് വവലൊന്നുമില്ല, വളരെ എളുപ്പമാണ്. മഹ് എന്നാ കൊടുത്തിരിക്കുന്നത്, അതിന് വവലില്ല. ഷിംക, ഷീ, യോദാണിത്. ഷീ, ഷിമ്മ, ക. വവലൊന്നും രണ്ട് വെറുതെ എഴുതിയിട്ടുള്ളൂ. മാ അല്ലെങ്കിൽ ഷിം കാ എന്ന് എഴുതുമ്പോൾ ഷിം കാ, വേറെ ഇതിനകത്ത് വവലൊക്കെ വരണം, ഒന്നുമില്ല. മാ ഷിം കാ. വാട്ട് ഇസ് യുവർ നെയിം? ഇനി അടുത്ത എൻ്റെ പേര് ഹഷേം ഷെലി. അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹഷേം ഒന്നുമില്ലല്ലോ, നോക്കിയേ, വവല് ഒന്നും എഴുതാതെ കൊടുത്തിരിക്കുന്നത്. ഷെലി, ഹാഷം ഷെലി, പേരെഴുതുക. മൈ നെയിം ഈസ്. ഇനി മറ്റൊന്ന് ചോദിക്കും, മാഷ്ലോം ക, നിനക്ക് സുഖമോ? ഹൗ ആർ യു എന്നാണ്. അത് ഇതിനകത്തുണ്ടല്ലോ, തൊട്ട് താഴെ കിടത്തുണ്ട്. ഹൗ ആർ യു? മാഷ്ലോം ക. ഐ ആം ഫൈൻ താങ്ക്സ്. തോദ.
ഇനി ചോദിക്കുകയാണ് കൺഗ്രാജുലേഷൻസ് പോൾ ഹക്കാബോദ്, ഗുഡ് നൈറ്റ് ലൈല തോവ് എന്നിങ്ങനെ കുറച്ച് നമ്മുടെ ഇതിനകത്ത് ഇവിടെ തന്നെ എക്സർസൈസ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് എക്സർസൈസ് ഭാഗങ്ങൾ കൊടുത്തൊക്കെ ഒന്ന് നോക്കി വെക്കുക. എല്ലാ ഭാഗങ്ങളും മുഴുവനായിട്ട് പഠിച്ചില്ല എങ്കിലും വാട്ട്സ് യുവർ നെയിം, മൈ നെയിം ഈസ്, ഹൗ ആർ യു, ഐ ആം ഫൈൻ, താങ്ക് യു, കൺഗ്രാജുലേഷൻസ്, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾക്ക് തരുമ്പോൾ, ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൽ തരുമ്പോൾ ഗുഡ് നൈറ്റ് എന്ന് ഇംഗ്ലീഷിലോ ശുഭരാത്രി എന്ന് മലയാളത്തിൽ നൽകുമ്പോൾ അത് ഹെബ്രായ ഭാഷയിൽ എഴുതാൻ പറഞ്ഞാൽ ലൈല തോവ് എന്ന് എഴുതിയിരിക്കണം. ഹലോ എന്നതിന് ഷലോം. അങ്ങനെ കുറച്ച് സംഭാഷണ ശകലങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഹീബ്രു കോൺവെർസേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചാൽ മതി. മറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പോകേണ്ടതില്ല. ഒന്നാമതായിട്ട് ഇനി നമ്മുടെ പേരും വീട്ടുപേരും എഴുതേണ്ടതായിട്ട് വരും. എല്ലാത്തിനും തത്തുല്യമായ വാക്കുകൾ നമുക്ക് ഹെബ്രായ ഭാഷയിൽ ഇല്ല എന്ന് അറിഞ്ഞു വെക്കുക. അതുകൊണ്ട് ജീസസ് ജെയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് യോദാണ്. ഇനി ഒരാളുടെ പേര് ജോസഫ്, എല്ലാവരും എഴുതാൻ പറ്റത്തില്ല. ജോസഫ് എന്നാണെങ്കിൽ യോദ്, യോ, യോസെ, യോസഫ്. അവസാനത്തേത് യോസഫ്. ഇങ്ങനെ വരും, യോസഫ് എന്ന് എഴുതാനായിട്ട്. ഇങ്ങനെ ഓരോരുത്തരുടെയും പേര്. ചെറിയാൻ ചാ ഇല്ലല്ലോ. എന്തോ ചെറിയാൻ ചെറിയ എന്നുള്ളതിന് ജോസഫ് എന്നുള്ളത് ഒന്നുകൂടെ എഴുതാമോ? എന്തോ ജോസഫ് എന്നുള്ള ഒന്നുകൂടെ എഴുതാമോ? യോസഫ് അവിടെ യോസഫ്. ജോമോൻ എന്നുള്ളതിനോ? ഇതല്ലേ യോ യോ യോം, യോ മോ മോ യോമോൻ. അബ്രാഹം അബ് റാ ഹ അബ്രാഹം. ശരിക്കും പറഞ്ഞ അബ്, ഈ അബ് എന്നുള്ള ബ് ഒരു അക്ഷരം പൂർണ്ണമാകത്തോണ്ട് അതിന് അടി ഇങ്ങനെ ഉണ്ട് കുത്തറന്നാണ് ബ് എന്ന് പറഞ്ഞെങ്കിൽ. നമ്മളത് പഠിച്ചിട്ടില്ലല്ലോ, അത് കുഴപ്പമില്ല. അബ്രാഹം. ഇനി ചിന്താർമണി, CH എന്നൊരു വാക്ക് ഹെബ്രായ ഭാഷയിൽ ഇല്ല. ഇല്ലാത്തതിനാല് ചിന്താർമണിയിൽ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ഈ അക്ഷരം സാധെ എഴുതിയില്ലായിരുന്നോ? സാധെ, അതാണ് തുടക്കത്തിൽ വെക്കേണ്ടത്. ഈ അക്ഷരം സി, സിന്താർമണി. സിൻ എന്നാണ്, സിൻ താ എഴുതിയാൽ മതി. തേത്ത്, സിന്താർ മണിയിൽ മ നി ഈ ഇൽ. എല്ലാവരും പേര് സമയമില്ല. അച്ഛാ ജിക്ക് ഇല്ലല്ലോ, ജോർജ് എന്നൊക്കെ അപ്പൊ എങ്ങനെ എഴുതുന്നത്? എങ്ങനെ ജോർജ് എന്ന് എങ്ങനെ എഴുതുന്നത്? ജി എന്നുള്ള ഒരു അക്ഷരം കാണുന്നില്ലല്ലോ ഇവിടെ. ഉണ്ടല്ലോ, ഇതില്ലേ ഗിമൽ. അതുള്ളൂ, ജി എന്ന അക്ഷരം ഉണ്ടല്ലോ, പകരമായിട്ട് നമുക്ക് ഉണ്ടല്ലോ ജി. ഇപ്പൊ ഉദാഹരണമായിട്ട് ജെയിംസ് എന്ന് പറയുമ്പോൾ പോലും അവർക്ക് ജെയിംസ് ഇല്ല, പകരം യാക്കോബ് എന്ന അക്ഷരമാണുള്ളത്. അപ്പം അതിന് പിന്നെ ജോർജ്, അതിന് ഹിബ്രു വായിക്കുന്ന ഗ്രീക്ക് ഗയോർഗ് എന്നാണല്ലോ. അത് ഈ ഗിമ്മൽ എന്നുള്ളതാണോ വെച്ചാ? ഗിമ്മൽ എന്നുള്ള അതാണോ? മൂന്നാണ് ചോദിച്ചാൽ മതി ജിക്ക് പകരം. ഓക്കെ, അങ്ങനെ നിങ്ങൾ എഴുതണം. പിന്നെ അക്ഷരങ്ങൾ ഇനി ഒന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ അക്ഷരങ്ങളും ഒന്ന് നന്നായിട്ട് എഴുതി പഠിക്കുക പല പ്രാവശ്യം. ആലഫ്, ബേത്ത്, ഗിമൽ, ദാലത്ത്, ഹേ, വാവ്, സൈൻ, ഹേത്ത്, തേത്ത്, യോദ്, കാഫ്, ലാമദ്, മിമ്മ്, നുണ്ണ്, സാമക്, ഐൻ, പേ, സാദെ,
സാദ്, കോപ്പ്, റേഷ്, ഷിന്ന്, സിന്ന്, താ. ഇതിനകത്ത് ഒരു തെറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് നമ്മുടെ പുസ്തകത്തിലുള്ളത് ഷിന്നും സിന്നും മാറിപ്പോയിട്ടുണ്ട്. ഷിന്ന് ആകണമെങ്കിൽ വലു കുത്തു വരണം, സിന്നാണെങ്കിൽ ഇവിടെ വരണം. പുസ്തകത്തിൽ നേരെ തിരിച്ച് കിടക്കുന്നത്. ഇത് ഷിന്ന്, ഇത് സിന്ന്. അപ്പൊ ഈ രീതിയിൽ ഒരു മിനിറ്റ്, ഈ രീതിയിൽ നമ്മൾ എഴുതുമ്പോഴാണ് അക്ഷരം കറക്റ്റ് ആവുക. ഇനി ചില നിങ്ങളുടെ പേരൊക്കെ എഴുതണമെങ്കിൽ സംശയമൊക്കെ വരുന്നുണ്ടെങ്കിൽ ചാറ്റ് GPT ഉണ്ടല്ലോ, എങ്ങനെയാണ് എഴുതാനായിട്ട് പറ്റുക എന്ന് അവിടെ നിന്ന് എഴുതി കൊടുത്ത് നിങ്ങൾ ഇംഗ്ലീഷ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ ചിലപ്പോൾ എങ്കിൽ പോലും കുറേയൊക്കെ എങ്ങനെയാണ് എഴുതുന്നത് കൃത്യമായിട്ട് ചാറ്റ് GPT തന്നെ കാണിച്ചു തരും. പേരും വീട്ടുകാരൊക്കെ എഴുതി പഠിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ടത് 10-15 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ചോദ്യം ചോദിക്കുമ്പോൾ ഹെബ്രായ ഭാഷയുടെ വവൽസ് എഴുതാൻ പറഞ്ഞാൽ ബി കൂട്ടി എഴുതാൻ പറഞ്ഞാൽ ബേത്ത് കൂട്ടി ബ, ബ, ബേ, ബേ, ബി, ബി, ബോ, ബോ, ബു, ബു. ഇത് വളരെ സിമ്പിളാണ്. ബ, ബ, ബെ, ബെ, ബി, ബി, ബോ, ബോ, ബു, ബു. വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ആ വവൽസ് ഒന്ന് പഠിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ വവൽ. വര, ടി, 3 കുത്ത്, 2 കുത്ത്, അക്ഷരത്തിന് അടിയിൽ കുത്ത്, ബ, ബ, ബെ, ബെ, ബി, ബി എന്ന് വരുമ്പോൾ അക്ഷരത്തിന് അടിയിൽ കുത്തും, ഒരു യോതും. ബോ എന്ന് പറയുമ്പോൾ അക്ഷരത്തിന് മുകളിൽ കുത്ത്. ബോ എന്ന് പറയുമ്പോൾ ആ ലെറ്ററും വാവും, വാവിന് മുകളിലൊരു കുത്ത്. ബു എന്ന് പറയുമ്പോൾ ബു അടിയിൽ ചരിച്ച് 3 കുത്ത്. ബു എന്ന് പറയുമ്പോൾ ലെറ്ററും വാവും നടുക്കൊരു. ഇത്രയും ആ കാര്യങ്ങൾ സിമ്പിളാണ്. നമുക്കിപ്പോൾ പെട്ടെന്ന് ഈ 1.5 മണിക്കൂർ കൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെയാണ്. പഠിക്കാനായിട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതൊക്കെ മാറിക്കിട്ടും. പിന്നെ കുറച്ച് പേരുകൾ, ചില പദങ്ങൾ നൽകിയിട്ട് ഹെബ്രായ ഭാഷയിലേക്ക് എഴുതാനായിട്ട് പറയും. അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഈ ഓരോ അക്ഷരത്തിന്റെ അടിയിൽ ആദ്യമേ ഇപ്പം താവ് അത് കുരിശടയാളം, പിന്നെ ഷിൻ പല്ല് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. സിൻ പല്ല്, ശിരസ്. അതൊന്നും നിങ്ങൾ പിന്നെ അതൊന്നും നിങ്ങൾ കാര്യമാക്കിയപ്പോൾ പഠിക്കണമെന്നില്ല കേട്ടോ. അതൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുമ്പോൾ കാണേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഓരോ അക്ഷരം എണ്ണുമ്പോൾ നമ്മൾ 1, 2, 3 എണ്ണുമ്പോൾ ഓരോ അക്ഷരത്തിന് കൊടുത്തിരിക്കുന്ന എണ്ണം അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്നും ഇപ്പം മുന്നോട്ട് പോകണ്ട കേട്ടോ. ഓക്കെ, അതെല്ലാം കൂടി നമുക്ക് ഇതൊക്കെ നല്ല കാര്യമാണ്. നമ്മൾ MGH പഠിക്കാൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാൻ പറ്റും. അപ്പം ഇതെല്ലാം കൂടി ഇപ്പം ചിന്തിച്ച് ആ കൺഫ്യൂഷൻ ആവും. ഇത്രയും ഞാൻ ഈ പറഞ്ഞ ഇത്രയും നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു വെക്കുക. 1 ലെറ്റേഴ്സ് പഠിക്കുക, 2 വവൽസ് പഠിക്കുക, ഏറ്റവും ബേസിക് ആയിട്ട് എഴുതുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാന്ന് പഠിച്ചു വെക്കുക. പിന്നെ കുറച്ച് നാമരൂപങ്ങൾ അതെങ്ങനെ എഴുതുമെന്ന് പഠിക്കുക. ആ നാമരൂപങ്ങൾ എഴുതിയിട്ട് എങ്ങനെ വവൽ വെക്കുമ്പോഴാണ് ഉച്ചരിക്കുന്നതെന്ന് പഠിക്കുക. പിന്നെ നമ്മൾ സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ട്രാൻസ്ലേഷന് എന്താ ടെൻസ് ഇല്ലാതെയാണ് നമ്മൾ എഴുതുന്നത്. എന്നാൽ സാരമില്ല, അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. അതിന് കുറച്ച് നമ്മുടെ പാഠപുസ്തകത്തിന് കുറച്ച് എക്സർസൈസുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ ഉദാഹരണമായിട്ട് നമ്മുടെ പേജിൽ 63-ാമത്തെ പേജിൽ എക്സർസൈസ് കൊടുത്തിട്ടുണ്ട്. യേശു രാജാവാണ്, മോശ മനുഷ്യനാണ്, യേശു ദൈവമാണ്, പിതാവ് മനുഷ്യനാണ്, അങ്ങനെ ചില എക്സർസൈസുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞത്. അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നമ്മുടെ യഹൂദരുടെ നിയമത്തെക്കുറിച്ച് അത് എഴുതിയില്ല അല്ലേ? തോറ, യഹൂദരുടെ നിയമപുസ്തകം തോറ, തോറ, ഹ ഉണ്ട്, അവസാനത്ത് ഉച്ചരിക്കത്തില്ല. ഇതാണ് യഹൂദരുടെ നിയമപുസ്തകം തോറ എന്ന് പറയുന്നത്. ഇനി
സിറ്റി ഉണ്ട്. യോം, ഡേ, യോം, യോം, ഡേ, ഏ റെ, ഏറസ്. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതല്ലേ അച്ഛാ ഇതൊക്കെ? ഇതൊക്കെ പുസ്തകം ഞാൻ ചുമ്മാ കുറച്ചിനെ എഴുതി കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഏറസ്, തേറ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുന്നത്. ഞാൻ പ്രധാനമായിട്ട് ഞാൻ ഇപ്പം കുറേ വാക്കുകളൊക്കെ ഞാൻ ഇടയ്ക്ക് എഴുതി കാണിച്ചായിരുന്നു. അതൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. ദാവീദ്, മോസസ്, ജീസസ്, മാൻ, വിമൻ, കിങ്, വേർഡ്, ആബ്, ബെൻ, ആബ് ഫാദർ, സണ്ണ്, അങ്ങനെ കാര്യം കുറേ വചനങ്ങൾ, പ്രധാനപ്പെട്ട വചനങ്ങളൊക്കെ പഠിച്ചു. അത് തന്നെയായിരിക്കും, ആ വചനങ്ങൾ തന്നെയായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാനും ചോദിക്കുക. അപ്പോൾ അത് പഠിച്ചു വെച്ചാൽ പിതാവും പുത്രനും പഠിച്ചു കഴിഞ്ഞാൽ പിതാവ് എന്നുള്ളതിന് ആബ്, ആബ് എന്നാണ്. പുത്രൻ എന്നുള്ളതിന് ബേൻ എന്നാണ്. ബേൻ. ഈ രണ്ട് ബാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഫാദർ ഈ സൺ എന്ന് പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇത് രണ്ട് കൂട്ടി ഇതിങ്ങനെ എഴുതിയാൽ മതി. ആ ബേൻ അങ്ങനെ എഴുതിയാൽ മതി. പിന്നെ കുറച്ച് ശലോം, ഞാൻ പറഞ്ഞ ലൈല, തോവ്, മാഷിമിക, അങ്ങനെ കാര്യങ്ങളൊക്കെ സംഭാഷണങ്ങളുണ്ടല്ലോ. അത് നിങ്ങളുടെ പേരെന്താ, അങ്ങനെ കാര്യങ്ങളൊക്കെ. വാട്ട്സ് യുവർ നെയിം, പിന്നെ ചോദിക്കും നിന്റെ പേരെന്താ, മാഷിംക, ഷ്ലോംക എന്ന് ചോദിച്ചാൽ അത് പേരെഴുതണം. അവിടെ ഹാഷം, ഷെലി, യോസഫ് അല്ലെങ്കിൽ യോമോൻ എന്നെഴുതുക. പിന്നെ ഹൗ ആർ യു ചോദിച്ചാൽ മാഷ്ലോങ്ക ഹൗ ആർ യു, അപ്പം ഐ എം ഫൈൻ താങ്ക് യു എന്ന് പറയണമെങ്കിൽ തോവ് തോത എന്നെഴുതണം. തോവ് തോത, ഗുഡ് നൈറ്റ് ലൈല, തോവ്. ഈ രീതിയിൽ നമ്മുടെ സംഭാഷണങ്ങൾ വരുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇപ്പൊ പെട്ടെന്നാകുമ്പോൾ മുഴുവൻ സംശയങ്ങൾ വരാനാണ് സാധ്യത. അല്ല, ഈ സംഭാഷണങ്ങളില് വവൽസ് ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വവൽസ് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു. അല്ല, അത് ഉപയോഗിക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ലല്ലോ. ഒരു തെറ്റുമില്ല. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് വവല്, കാരണം അതിനകത്ത് പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കുറേയൊക്കെ വവല് വെച്ച് തന്നെ എഴുതാൻ പറ്റും കേട്ടോ. ഉദാഹരണമായിട്ട് എത്ര തരുന്നു? ഓക്കെ, പേജ് നമ്പർ ഇത് കാണുമ്പോൾ നമുക്കറിയാം. 81. വാട്ട്സ് യുവർ നെയിം, മാ എന്ന് കൊടുത്തപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം അവിടെ മാ അല്ലെ, മലയാളത്തിൽ മാ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് മിമ്മിന്റെ അടിയിൽ ആ എന്നുള്ളതിന്റെ വവല് കൊടുക്കണം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? ഓക്കെ, അങ്ങനെ എഴുതിയ കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്, എഴുതാൻ പറ്റി. നിങ്ങൾ അത്രയും പഠിച്ചത്. ഹാഷം, ഷെലി, മൈ നെയിം, ഹാഷം, ഹേയുടെ അടിയിൽ ആ എന്നുള്ള എഴുതണം. ഷെമ്മ്, അതും പിന്നെ എ എന്നുള്ളതിന് ഇടണം, ഷെമ്മ്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ ഹാഷം, ഷെലി ഞാനിപ്പോൾ എഴുതി കാണിക്കാം. നമ്മുടെ പുസ്തകത്തിൽ ഇത്രയേ ഉള്ളൂ. ഹാഷം, ഷെലി എന്ന് കാണിച്ച് ഹാഷം ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് മലയാളത്തിൽ ഹാഷം എന്നും കൊടുത്തിട്ടുണ്ട്, ഹാഷം എന്ന്. അപ്പൊ ഇതെങ്ങനെ എഴുതും? ഹ എന്ന് എഴുതുമ്പോ ഹ ഷെം, ഹാഷം അങ്ങനെ ഇതായി. അങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചാൽ വളരെ നല്ല കാര്യമാണ്. അച്ഛയുടെ മാഷിംഗയില് ഷീനിന്റെ കഴിഞ്ഞൊരു യോത് കൊടുത്തിട്ടുണ്ടല്ലോ, അതെന്തിനാ? ഒന്ന് എടുത്തോട്ടെ. ആ, നമ്മുടെ ഏത് പേജ് നമ്പർ എത്രയായിരുന്നു? 81 അല്ലേ? ആ. മാ ഏതായിരുന്നു പറഞ്ഞേ? ഷിംകായില് ആ. ഷീൻ കഴിഞ്ഞിട്ടൊരു യോത് കൊടുത്തിട്ടുണ്ടല്ലോ. മാ ഷീംക, ഷിംക. അത് ഷിംകായില് പറഞ്ഞ ഷീമ, മാ ഷീംക. ആ യോതില്ലേ, ആ യോത്, അത് ഈ എന്ന് ഉച്ചാരണം വരികയല്ലേ? ഈ. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഇവിടെ ഷിം എന്നാ കൊടുത്തിരിക്കുന്നത്. ഷീംക എന്നാ പറയുന്നത്. യോത് വരുമ്പോ ഷീം. അവിടെ കോഫ് കഴിഞ്ഞ് 2 കുത്തി ഇങ്ങനെ വെർട്ടിക്കലായി കൊടുത്തിരിക്കുന്നു. അത് അതിന്റെ അവസാനം വരുമ്പോ അതിന്റെ ഹാർഡ് സൗണ്ട് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, അത് കോഫിന്റെ അവസാനത്തെ കണ്ടോ, പിന്നെ വലിയ അക്ഷരം കൊടുത്തിരിക്കുന്നുണ്ടല്ലേ? അവിടെ 2 കുത്ത് വെർട്ടിക്കൽ കൊടുത്തിരിക്കുന്നത്, അത് മനസ്സിലായി. ഓക്കെ, ഇതേ കുത്ത് തന്നെ വേറെ സ്ഥലത്തും വേണം. അതിപ്പോ നമ്മൾ പഠിക്കുന്ന അത്രയും പഠിക്കാൻ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട്. ഷീം, ഷീം നോക്കിയോ, ഇത് ഷീ എന്നല്ലേ? ഷീ, ഷീം. ഈ അക്ഷരത്തിന് ഷീം ഖ ഇങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത്?
അവിടെ താഴത്തെ ആ ടി ഇല്ല. ആ താഴത്തെ ഇതാണ് ഈ ഒരു ഇടയ്ക്ക് വർഷം ഒരു കോൺസ്റ്റന്റ് വന്നതുണ്ട് വവ്വലില്ലാതെ. ആ അപ്പൊ അങ്ങനെ വരുമ്പോഴും ഇങ്ങനെ കൊടുക്കണം എന്നാണ് പറയുക. ഷിം, ഓക്കെ ഷിം, ഓക്കെ ഉം, ഓക്കെ ഷിംക ഷിം എന്ന് വരാൻ വേണ്ടി. ഓക്കെ അതൊന്നും നമ്മളിപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നില്ല. ഓക്കെ ഞാനത് ബേസിക് ആയിട്ട് അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ അക്ഷരങ്ങളും അതിന്റെ വവ്വലും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം ഒന്നും മനസ്സിലായാലും ഹെബ്രായ ബൈബിളും വായിക്കാൻ പറ്റും. ഓക്കെ അത്രേ ഉദ്ദേശിക്കുന്നു. നമുക്കൊരു ഭാഷ കണ്ടാൽ ഇപ്പം ബേസിക് ആയിട്ട് ഇത് ഹീബ്രു ആണ് അല്ലെങ്കിൽ ഇത് ഗ്രീക്ക് ഭാഷയാണ്, എനിക്കിത് വായിക്കാൻ അറിയാം. അർത്ഥമൊന്നും അറിയത്തില്ല, വായിക്കാൻ അറിയാം. ഒന്ന് നമ്മൾ BTS ഒക്കെ കഴിഞ്ഞ് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അക്ഷരങ്ങളെങ്കിലും പഠിച്ചിരിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണല്ലോ. അക്ഷരം മാത്രമല്ല, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം. ഇപ്പം ജീസസ് എന്നുള്ളതിന് യശുവ എന്നാണ്, എലോഹിം ദൈവമാണ്, മെലക്ക് രാജാവാണ്, ആബ് പിതാവാണ്, ബേൻ പുത്രനാണ്, ഇഷ് മേനാണ്, ഇഷ സ്ത്രീയാണ്, യെറുസലേം ആ പേര് അത് തന്നെയാണ്, ഏറസ് ഏർത്താണ്. അങ്ങനെ കുറെ നാർ അങ്ങനെ കുറെ വാക്കുകൾ കാണുമ്പോൾ അത്യാവശ്യം ചില കാര്യങ്ങൾ അർത്ഥങ്ങൾക്ക് മാത്രമൊക്കെ പഠിച്ചു വെക്കുക എന്നുള്ള ലക്ഷ്യമാണ് കേട്ടോ. മറ്റു സംശയങ്ങളുണ്ടോ? വേറെ ഉണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ പിന്നീട് ചോദിച്ചോ കേട്ടോ. എഴുതി ചോദിക്കുക. ചിലരൊക്കെ ഇങ്ങനെ വാട്സാപ്പിലൊക്കെ എഴുതി ചോദിക്കാറുണ്ട്. ഇന്നൊരാൾ ചോദിച്ചു ജെയിംസ് എങ്ങനെ എഴുതുന്നെന്ന്. ജെയിംസ് എന്ന് സത്യം പറഞ്ഞാൽ ജെയിംസ് അവരുടെ വാക്കല്ല. ഹെബ്രായ ഭാഷയിൽ ജെയിംസ് ഇല്ല. പകരം ഇത് യാക്കോബാണ്. യാക്കോബാണ് ജെയിംസ് ആയി മാറിയത്. യാക്കോബ് നമുക്ക് എഴുതുന്ന അറിയാം. നമുക്കറിയാം. യാക്കോബ് എഴുതുന്ന നമുക്കറിയാം. യാക്കോബ്. എന്നാൽ ജെയിംസ് എന്ന് എഴുതുമ്പോൾ അവർക്കുള്ളത് പകരം ഇത് എന്താ പറയുക, നമ്മുടെ ആൽഫബറ്റ് ഗിമൽ എന്ന അക്ഷരമാണ്. ജെയിംസ് ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ അവിടെ ജെയിംസ് വരുമ്പോൾ ഗിമൽ എന്ന അക്ഷരമാണ്. എന്നാൽ യാക്കോബ് എന്ന് വരുമ്പം യോദാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട സംശയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ച് ഫ്രീ ഉള്ള പറഞ്ഞു തരാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. സ്നേഹമുള്ളവർ, ഇത്രയും സമയം നിങ്ങൾ ത്യാഗപൂർവം ഒരു ബിബ്ലിക്കൽ ലാംഗ്വേജ് പഠിക്കാനായിട്ട് വന്ന് നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു.